നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാട്ട് ഈസ് മൈക്രോ പ്രൊസസ്സർ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറിനകത്താണ് മൈക്രോ പ്രോസസ്സർ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മദർ ബോർഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. മൈക്രോ പ്രോസസ്സർ, എവറിത്തിങ് അബൌട്ട് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ല, കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പം രണ്ടും വ്യത്യാസമുണ്ട്. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്താണ് മദർ ബോർഡ്, റാം എല്ലാം വരുന്നത്. അതായത് നമ്മുടെ മൈക്രോ പ്രോസസ്സർ, SMBS, ഫാന് എല്ലാം വരുന്നത്. നമ്മുടെ കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ചിപ്പാണ്. അതായത് ഇൻ്റലിൻ്റെ, AMDയുടെ, NVIDIAയുടെ ചിപ്പാണ് ഈ കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുതന്നെയാണ് മൈക്രോ പ്രോസസ്സർ എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് മൈക്രോ പ്രോസസ്സർ. ഇറ്റ്സ് ഫസ്റ്റ് പ്രയോറിറ്റി ടു റൺ മെഷീൻ. ഒരു മെഷീൻ റൺ ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ പ്രയോറിറ്റിയാണ് മൈക്രോ പ്രോസസ്സറിന് ഉള്ളത്. അതൊരു ചിപ്പാണ്. ഇറ്റ് ഈസ് എ ചിപ്പ് ബേസ്ഡ് സ്ട്രക്ചർ മേഡപ്പ് ഓഫ് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ ആൻഡ് ലോജിക് ഗേറ്റ്സ്. മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്ററും ലോജിക് ഗേറ്റ്സും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ. അപ്പം എന്തും കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്? മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ. മില്യൺസ് എന്ന് പറയുമ്പം ലക്ഷം 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakhs ഓഫ് ട്രാൻസിസ്റ്ററും ലോജിക് ഗേറ്റ്സും കൊണ്ടാണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ള ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് റിസീവ്സ് ദ ഇൻകമിങ് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട്. അതായത് നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷന് ഇൻപുട്ടായിട്ടും എടുക്കും, എവിടുന്ന് മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ റാമിൽ നിന്ന്, ആൻഡ് പ്രൊസീഡ് ഇറ്റ് ആൻഡ് ഗീവ്സ് റിസൾട്ട് ആസ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ ഇൻസ്ട്രക്ഷന് നേരെ റാമിലോട്ടോ മെമ്മറിയിലോട്ടോ പോകും. അവിടുന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എവിടെ പോകും? മൈക്രോ പ്രോസസ്സറിൽ പോകും. മൈക്രോ പ്രോസസ്സറിൽ പോയി ഇപ്പം അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, കാൽക്കുലേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് സ്ക്രീനിൽ കിട്ടും. അതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ ജോലി. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പീഡ്, കപ്പാസിറ്റി ടു എക്സിക്യൂട്ട് ടാസ്ക് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് സ്പീഡിനും ഓരോ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും എല്ലാം മൈക്രോ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. ഇൻ്റലിൻ്റെ, AMDയുടെ മൈക്രോ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. ഇൻ്റൽ, AMD ആണ് ഒത്തിരി മൈക്രോ പ്രോസസ്സറുണ്ട്. ഇൻ്റൽ, AMD ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മൈക്രോ പ്രോസസ്സർ ചിപ്പ്. അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ദീസ് മൈക്രോ പ്രോസസ്സർ ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2 ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ. 2 ഡിഫറെൻറ്റ് ആർക്കിടെക്ചറിലോട്ട് ഇത് ക്യാരക്ടറൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 32 ബിറ്റ്, പിന്നെ 64 ബിറ്റ്. നോർമലായിട്ട് മാർക്കറ്റിൽ നമുക്ക് ഇത് രണ്ടുമാണ് കിട്ടുന്നത്. 32 ബിറ്റിൻ്റെയും 64 ബിറ്റിൻ്റെയാണ് മൈക്രോ പ്രോസസ്സർ നമുക്ക് കിട്ടുന്നത്. സ്പീഡിൻ്റെ കപ്പാസിറ്റിക്കും ഇതാണ്. ഇതിന് സ്പീഡും കപ്പാസിറ്റിയും ഡിഫൈൻ ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറാണ്. പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ട്രാൻസിസ്റ്ററും ലോജിക് ഗേറ്റ്സും കൊണ്ടാണ്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിൽ പ്രോസസ്സ് നടക്കുന്നത്, അതായത് അതിൻ്റെ റിസൾട്ടിന് മുമ്പുള്ള പ്രോസസ്സിങ് നടക്കുന്നത് മൈക്രോ പ്രോസസ്സറിലാണ്. എന്നിട്ടാണ് നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് സ്ക്രീനിൽ കിട്ടുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിലോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിന് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ അതേ ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഈ മൈക്രോ പ്രോസസ്സറും ചെയ്യുന്നത്. അടുത്ത സെഗ്മെൻറ്റ്സ് ഓഫ് CPU. സെഗ്മെൻറ്റ്സ് ഓഫ് CPUവിൻ്റെ അകത്ത് ഒന്ന് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്, ഒന്ന് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ അകത്ത് അതിൻ്റെ ആ വാക്കിൽ തന്നെയാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഈ പണ്ട് നമ്മുടെ ചിപ്പ്, അതായത് മൈക്രോ പ്രോസസ്സർ ചിപ്പ് കാൽക്കുലേറ്റേഴ്സിനാണ് യൂസ് ചെയ്തത്. പിന്നെയാണ് സിസ്റ്റത്തിലോട്ട്, അതായത് കമ്പ്യൂട്ടറിലോട്ട് അത് വന്നത്. അപ്പോൾ അരിത്തമെറ്റിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. രണ്ടാമതെന്ന് പറഞ്ഞാലാണ് ലോജിക്കൽ യൂണിറ്റ്. അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു, അതായത് ആൻഡ് ഓർ നോട്ട്. അതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷൻ. അപ്പം അത് കൺട്രോൾ ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇനി കൺട്രോൾ യൂണിറ്റ് എന്നാന്ന് നോക്കാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് എക്സ്റ്റേണൽ കമ്പോണൻസ്. റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് ഡേറ്റ, അതായത് നമ്മുടെ ഡേറ്റയുടെ ഫ്ലോ, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡേറ്റയുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് കൺട്രോൾ യൂണിറ്റ്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? മൈക്രോ പ്രോസസ്സറും എക്സ്റ്റേണൽ കമ്പോണൻസ്. നമ്മുടെ ചിപ്പ്, മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഇൻ്റലിൻ്റെ, AMDയുടെ ചിപ്പ്, അതും പിന്നെ എക്സ്റ്റേണൽ കമ്പോണൻസ്. എക്സ്റ്റേണൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU ആയിട്ട്, അതായത് കൺട്രോളല്ല, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസ്, സ്കാനർ, പ്രിൻ്റർ, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഡിവൈസും
അങ്ങോട്ടും ഇത് കൺട്രോൾ ചെയ്യുന്നു. അതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കമ്പ്യൂട്ടർ യൂസിങ് CPU ബസ്സസ്. അതാണ് ബസ് എന്നുള്ളതിനെ കുറിച്ച് എന്നാന്ന് ചോദിച്ചാൽ ബസ്സിൻ്റെ പരിപാടി ഇപ്പോൾ എന്താണ്? ഇപ്പം നമ്മുടെ ഇവിടെ ബസ്സിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സ്ഥലത്തു നിന്ന് കയറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടും. അതുതന്നെയാണ് CPUവിൻ്റെ അകത്ത് ബസ്സും ചെയ്യുന്നത്. ഡേറ്റ ഒരു സ്ഥലത്തു നിന്ന് കയറ്റി വേറൊരു സ്ഥലത്ത് ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിടുന്നു. അതാണ് CPU ബസ്സസ്. CPU ബസ്സസ് കൺട്രോൾ യൂണിറ്റിനകത്തുണ്ട്. അപ്പം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബസ്സസ് ഇൻ മൈക്രോ പ്രൊസസർ. അപ്പോൾ ബസ്സസ് എന്നാന്ന് ഞാൻ പറഞ്ഞു, ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് 3 ബസ്സസ് ഉണ്ട്: ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റ ബസ്സാണ്. ഇറ്റ് സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ ടു മെമ്മറി. മെമ്മറിയിലോട്ട് സെൻഡ് ആൻഡ് റിസീവ് ചെയ്യും. അതായത് നമ്മൾ സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റയെ സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യും എങ്ങോട്ട്? മെമ്മറിയിലോട്ട്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് മെമ്മറിയിലോട്ടോ റാമിലോട്ടോ പോകും. അതാണ് അഡ്രസ് ബസ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് കമ്പോണൻസ്. CPU അതായത് മൈക്രോ പ്രൊസസർ ചിപ്പും പിന്നെ അതിൻ്റെ അകത്ത് മദർ ബോർഡിൻ്റെ അകത്ത് ഓരോ പാർട്സുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്. ബസ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ക്യാരി ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ബിറ്റ്വീൻ മൈക്രോ പ്രൊസസർ ആൻഡ് കമ്പോണൻസ് ഇൻ എ സിസ്റ്റം. അതായത് ബസ്സിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഡേറ്റ മെമ്മറിയിലോട്ട് വിടുന്നു, മെമ്മറി CPU വിടുന്നു. CPU എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ല, രണ്ടും മാറിപ്പോയാൽ. ഈ CPUവിന് വേറൊരു പേര് മൈക്രോ പ്രൊസസർ. അപ്പോൾ ഡേറ്റ മെമ്മറിയിലോട്ട് വിടുന്നു, മെമ്മറി CPU വിടുന്നു, CPU നേരെ മെമ്മറിയിലേക്ക് തിരിച്ചു വിടുന്നു, അത് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് 3 ബസ്: ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അടുത്ത സ്പെസിഫിക്കേഷൻ ഓഫ് CPU. മേജർ സ്പെസിഫിക്കേഷൻ ഓഫ് CPU എന്താണെന്ന് ചോദിച്ചാൽ ക്ലോക്ക് സ്പീഡ്. എന്താണ് ക്ലോക്ക് സ്പീഡ് എന്നുള്ളത്? അതായത് ഒരു സെക്കൻഡിൽ എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഒരു മെഷർമെൻ്റ് ആണ്. അതാണ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലോക്ക് സ്പീഡ് ഈസ് എ യൂണിറ്റ് ടു മെഷർ ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ വർക്കിംഗ് മൈക്രോ പ്രൊസസർ വിതിൻ എ സെക്കൻഡ്. അതാണ് ക്ലോക്ക് സ്പീഡ്. ഇത് മെഷർ ചെയ്യുന്നത് GHz-ലാണ്. ഇപ്പോൾ നമ്മൾ 1 GHz മൈക്രോ പ്രൊസസർ, 2 GHz മൈക്രോ പ്രൊസസർക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അതാണ് ക്ലോക്ക് സ്പീഡ്. അടുത്ത ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് മെമ്മറിയാണ്. അതായത് പോകത്തില്ല, അത് പെർമനൻറ്റ് പോകത്തില്ലെന്നല്ല, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അത് ടെമ്പററിയാണ്. ആൻഡ് ക്വിക്ക് റെസ്പോൺസീവ് മെമ്മറിയാണ്, സ്പീഡായിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ബൈ ദ സ്ട്രക്ചർ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 6 ട്രാൻസിസ്റ്റർ ആൻഡ് 1 കപ്പാസിറ്റർ. അത് ഉണ്ടാക്കിയിരിക്കുന്ന 6 ട്രാൻസിസ്റ്ററും 1 കപ്പാസിറ്ററും കൊണ്ടാണ് ക്യാഷ് മെമ്മറി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഡേറ്റയും സ്റ്റോർ ആവും. ഇപ്പോൾ നമ്മൾ ക്യാഷ് മെമ്മറി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ തന്നെ എക്സാമ്പിൾ എടുക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു, ഇൻസ്റ്റാഗ്രാം തുറന്നു, വാട്സപ്പ് തുറന്നു. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നിന്ന് നേരെ ഇൻസ്റ്റാഗ്രാം പോകണമെങ്കിൽ നേരെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആയി വരും. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ പോകണമെങ്കിലും പിന്നെ നമ്മൾ റീസെൻറ്റ് ആപ്സ് എടുത്തിട്ട് പിന്നെ ഫേസ്ബുക്കിൽ പോകും. അതായത് നമ്മുടെ ക്രെഡൻഷ്യൽസ്, അതായത് നമ്മുടെ പാസ്വേഡ് ഇതൊന്നും പിന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി ക്രെഡൻഷ്യൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അതാണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പം സിസ്റ്റത്തിൽ ഇപ്പം അങ്ങനെ ഇപ്പം നമ്മൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, തിരിച്ച് ആ യൂട്യൂബിൻ്റെ ആ പോസ് ആക്കി വെച്ചിരിക്കുന്ന അത് തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ മെയിൻ ആ ഒരു മെമ്മറി വർക്ക് ചെയ്യുന്നത് റാമിലോ റോമിലോ ഒന്നുമല്ല, അത് ക്യാഷ് മെമ്മറിയാണ്. 3 ടൈപ്പ് ഉണ്ട്: L1, L2, L3. അടുത്ത ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ഒരു സിസ്റ്റത്തിന് എത്ര വോൾട്ടേജ് ഉണ്ട്, അതാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ഹൗ മച്ച് പവർ ഓഫ് വോൾട്ടേജ് മൈക്രോ പ്രൊസസർ നീഡ് ടു പെർഫോം ടാസ്ക്. മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ചിപ്പിന് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി എത്ര വോൾട്ടേജ് വേണം, അതാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അടുത്ത FSB, ഫ്രണ്ട് സൈഡ് ബസ്. അതായത് ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഫ്രണ്ട് സൈഡ് ബസ്. ഇറ്റ് ഈസ് എ ഡേറ്റ ബസ്. അതൊരു ഡേറ്റ ബസ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റയെ എങ്ങോട്ട് വിടുന്നു, മെമ്മറിലോട്ടോ റാമിലോട്ടോ വിടുന്നു. വിച്ച് ക്യാരീസ് ഡേറ്റ ഫ്രം റാം ടു പ്രൊസസ്സർ. നമ്മൾ ഡേറ്റയെ റാമിൽ നിന്ന് പ്രൊസസ്സറിലോട്ടും പിന്നെ പ്രൊസസ്സറിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റാമിലോട്ടും വരുന്നു. അതാണ് FSBയുടെ സവിശേഷത. ഫ്രണ്ട് സൈഡ് ബസ്സിൻ്റെ സവിശേഷത. ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഫ്രണ്ട് സൈഡ് വെയിറ്റ് ഈസ് എ ഡേറ്റ ബസ് വിച്ച് ക്യാരീസ് ദ ഡേറ്റ ഫ്രം റാം ടു പ്രൊസസ്സർ. റാമിൽ നിന്ന് ഡേറ്റയെ പ്രൊസസ്സറിലോട്ടും ആൻഡ് ബാക്ക് പ്രൊസസ്സർ ടു റാം. പ്രൊസസ്സറിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇൻസ്ട്രക്ഷൻ അതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റാമിലോട്ടും ആസ് ദ പ്രൊസീഡ് ഇൻസ്ട്രക്ഷൻ വിടുന്നു. അതാണ് FSB, ഫ്രണ്ട് സൈഡ് ബസ്. അടുത്തൊരു മേജർ ബ്രാൻഡ്സ്. അപ്പോൾ ഞാൻ മദർ ബോർഡിൻ്റെ അകത്ത് മേജർ ബ്രാൻഡ്സ് പറഞ്ഞായിരുന്നു: സെർവർ മദർ ബോർഡ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് മദർ ബോർഡ്. അതുപോലെ CPUവിൻ്റെ അകത്ത്, അതായത് കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ല, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറിൻ്റെ അകത്ത് 3 മൈക്രോ പ്രൊസസ്സറുണ്ട്. ഒന്ന് ഇൻ്റൽ, ഒന്ന് AMD, ഒന്ന് NVIDIA. 3 അല്ല, ഒത്തിരി ഉണ്ട്. 3 ഏറ്റവും പോപ്പുലർ. ഇൻ്റൽ എന്ന് പറയുന്നത് ഇൻ്റൽ കോർപ്പറേഷൻ ഈസ് അമേരിക്കൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആൻഡ് ടെക്നോളജി കമ്പനി അണ്ടർ ദ ബിഗ്ഗസ്റ്റ് മാനുഫാക്ചർ ഓഫ് മൈക്രോ പ്രൊസസ്സർ ഇൻ ദ പ്ലാനറ്റ് എർത്ത്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഇൻ്റലിൻ്റെ മൈക്രോ പ്രൊസസ്സറാണ്. ഓക്കെ,
ഇൻ്റലിൻ്റെ മൈക്രോ പ്രൊസസ്സറാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അടുത്തത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻ്റലിന് സവിശേഷതകൾ എന്നാന്നൊക്കെയുള്ള ഞാൻ ഇപ്പോൾ പറയാം, പിന്നീട് പറയാം. AMD. AMDയുടെ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസാണ് AMDയുടെ ഫുൾ ഫോം. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് അതും അമേരിക്കൻ മൾട്ടിനാഷണൽ സെമി കണ്ടക്ടർ കമ്പനിയാണ്. വിച്ച് ഓൾസോ മേക്സ് GPU ആൻഡ് സെക്കൻഡ് മോസ്റ്റ് സെല്ലിംഗ് മൈക്രോ പ്രോസസർ ബ്രാൻഡ് അക്രോസ് ദ വേൾഡ്. ഇന്ത്യയിൽ കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് AMD ആണ്. AMD മെയിനായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് AMD യൂസ് ചെയ്യുന്നത്. അതായത് AMD നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത NVIDIA ഈസ് അമേരിക്കൻ കമ്പനി. അതും ഒരു അമേരിക്കൻ ടെക്നോളജി കമ്പനിയാണ്. ഇത് ഡിഫൈൻസ് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഫോർ ദി ഗെയിമിംഗ് ആൻഡ് മൈക്രോ പ്രോസസർ യൂണിറ്റ് ഫോർ എവരി വൺ. അതായത് ഗ്രാഫിക്സ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് NVIDIA മൈക്രോ പ്രോസസർ ചിപ്പിലാണ്. പിന്നെ മോട്ടോറോളയുടെ ഉണ്ട്, ഇസഡ്ലോഗിൻ്റെ ഒത്തിരി ബ്രാൻഡ് ഉണ്ട് മൈക്രോ പ്രോസസറിൻ്റെ. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഫേമസ് ആയിട്ടുള്ള മൈക്രോ പ്രോസസർ. അടുത്ത ഹിസ്റ്ററി നോക്കാം. ഇൻ്റലിൻ്റെ ആദ്യത്തെ പ്രോസസ്സർ ഇൻ്റൽ 4004 ആണ്. വാസ് ഡിസൈൻ ഫോർ കാൽക്കുലേറ്റർ. ആദ്യമേ കാൽക്കുലേറ്ററിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ്റലിൻ്റെ ആദ്യത്തെ പ്രോസസ്സർ പറഞ്ഞാൽ ഇൻ്റൽ 4004. AMDയുടെ ആദ്യത്തെ പ്രോസസ്സർ പറഞ്ഞാൽ AMD AM9300. ഡിസൈൻ ഫോർ കോമ്പറ്റീറ്റർ ഫോർ ഇൻ്റലാണ് ആദ്യം ഇറക്കിയത് മൈക്രോ പ്രോസസ്സർ ചിപ്പ്. അതിന് കോമ്പറ്റീറ്റർ ആയിട്ട് ഇറങ്ങിയതാണ് AMD. അതിൻ്റെ AMDയുടെ ആദ്യത്തെ പ്രോസസ്സർ AM9300 ആണ്. ഇൻ്റലിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇൻ്റൽ i9 10th ജനറേഷനാണ്. i9 10th ജനറേഷൻ ഇൻ്റലിൻ്റെ ലേറ്റസ്റ്റ് പ്രോസസ്സർ. AMDയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് Ryzen 9 3000+ സീരീസ്. അതാണ് AMDയുടെ ലേറ്റസ്റ്റ് പ്രോസസ്സർ. എന്താണ് പാക്കേജിംഗ് എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് ഇൻസ്റ്റാളിങ് ദ മൈക്രോ പ്രോസസ്സർ ഇൻ എ മദർ ബോർഡ് ഇസ് നോൺ ആസ് പാക്കേജിങ്. അതായത് മൈക്രോ പ്രോസസ്സറിനെ മദർ ബോർഡിനകത്താണ് അതിൻ്റെ അകത്ത് ആണ് നമ്മുടെ ഈ സോക്കറ്റ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ചിപ്പ് വെക്കാനുള്ളത്. ആ ചിപ്പിനെ നമ്മൾ മദർ ബോർഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻ്റലിൻ്റെയോ AMDയുടെയോ ചിപ്പിനെ മദർ ബോർഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. Motherboard, there are different types of packaging for different types of microprocessor. Packaging is based on the microprocessor you want to install in the processor is install fixed socket in motherboard. ഇതിന് പ്രത്യേകം ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓരോ പിന്നും ആ സോക്കറ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ വരും. അതാണ് CPU ഇൻസ്റ്റാളേഷൻ എന്നും പറയാം. അതിനെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അതായത് AMDയുടെ ഇൻ്റലിൻ്റെ NVIDIAയുടെ ചിപ്പ് നമ്മൾ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഈ സോക്കറ്റിൻ്റെ അകത്ത് CPU സോക്കറ്റിൻ്റെ അകത്ത്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ അല്ല, കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ വേറെ. സോക്കറ്റ്സ് ഫോർ CPUവിൻ്റെ സോക്കറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചർ സോക്കറ്റ് ദെയർ ആർ കളക്ഷൻ ഓഫ് array of pins ടു ഹോൾഡ് മൈക്രോ പ്രോസസ്സർ. നമ്മൾ മൈക്രോ പ്രോസസ്സർ ചിപ്പിനെ ഹോൾഡ് ചെയ്യാൻ, അതായത് അതിനെ താങ്ങി പിടിക്കാൻ ഒത്തിരി പിൻസ് ഉണ്ട്. അപ്പോൾ പിന്നിൻ്റെ അകത്തോട്ടാണ് ഈ ചിപ്പ് നമ്മൾ കുത്തി വെക്കുന്നത്. ഓക്കെ, അതാണ് സോക്കറ്റ് ഓഫ് CPU. സോക്കറ്റ്സ് ആർ യൂസ് ടു അഡ്ജസ്റ്റ് ദ പൊസിഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ. ചിപ്പിൻ്റെ, അതായത് മൈക്രോ പ്രോസസ്സറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സോക്കറ്റ് യൂസ് ചെയ്യും. പിന്നെ എവിടെ ഇതെല്ലാം വെച്ചിരിക്കുന്നത്? മദർ ബോർഡിൽ. ദീസ് ആർ കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് ആൻഡ് വെർഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ. ഇപ്പോൾ ഇൻ്റലിൽ തന്നെ നോക്കിയാൽ LGA, അത് നമ്പർ ഓഫ് പിൻസ് 1151 to 55 പിൻസ് ഉണ്ട്. അത്രയും പിന്നുണ്ട്. പിന്നുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, അതാണ് പിന്നെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ, അതായത് കുറുത്ത് നിൽക്കുന്നത്. LGAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഗ്രിഡ് അരേ. അത് ഏതൊക്കെ പ്രൊസസ്സറിലാണ് യൂസ് ചെയ്യുന്നത്? i3, i5, i7 ഈ 3 പ്രൊസസ്സറിലാണ് ഇത്രയും പിന്നുള്ളത്. എത്രയും പിൻ? 1155 പിൻ വരെ ഉണ്ട്. ലാൻഡ് ഗ്രിഡ് അരേ ഇൻ്റലിൻ്റെ ആണ്. രണ്ടാമത് പറഞ്ഞാൽ PGA എന്ന് പറഞ്ഞാൽ പിൻ ഗ്രിഡ് അരേ. അതും അതിനകത്തും പിൻസ് ഉണ്ട്. അത് ഏത് പെൻറ്റിയം പ്രൊസസ്സറിലാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത PPGA എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പിൻ ഗ്രിഡ് അരേ. അതും പെൻറ്റിയം പ്രൊസസ്സറിലാണ്. അടുത്ത FCPGA എന്ന് പറഞ്ഞാൽ ഫൈൻ ചിപ്പ് പിൻ ഗ്രിഡ് അരേ. അതാണ് FCPGA. അതും ഇൻ്റലിൻ്റെയാണ്. ഓക്കെ, ഇത്രയും ടൈപ്പ് ഇതുണ്ട്. അതായത് ഇൻ്റലിൻ്റെ ഇതുണ്ട്, സോക്കറ്റ് ഉണ്ട്. പ്രൊസസ്സറല്ല, പ്രൊസസ്സറിൻ്റെ അകത്തോട്ടാണ് വെക്കുന്നത്. ഇത് സോക്കറ്റാണ്. LGA, PGA, PPGA, FCPGA. LGA എന്ന് പറഞ്ഞാൽ ലാൻഡ് ഗ്രിഡ് അരേ, PGA എന്ന് പറഞ്ഞാൽ പിൻ ഗ്രിഡ് അരേ, PPGA എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പിൻ ഗ്രിഡ് അരേ, FCPGA എന്ന് പറഞ്ഞാൽ ഫൈൻ ചിപ്പ് പിൻ ഗ്രിഡ് അരേ.
അടുത്ത എം ഡിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സി സീരീസ്, എ എം സീരീസ്, എ സീരീസ്, എഫ് എം സീരീസ്. സി സീരീസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്ററോൺ പ്രൊസസ്സറിനാണ് യൂസ് ചെയ്യുന്നത് സി സീരീസ്. എം സീരീസ് എന്ന് പറഞ്ഞാൽ റൈസന് 357 അതിനൊക്കെയാണ്. എ സീരീസ്, എഫ് എം സീരീസ് ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അത് ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. സോക്കറ്റ്സ്, ഈ സോക്കറ്റ്സിൻ്റെ അകത്തോട്ടാണ് ചിപ്പ് വെക്കുന്നത്, അതറിഞ്ഞിരിക്കുക. വൈ എ എം ഡി, എന്തുകൊണ്ടാണ് എ എം ഡി റൈസൻ പ്രോ? സ്പെസിഫിക്കേഷൻ ഓഫ് എ എം ഡി. എ എം ഡിയുടെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓവർ ക്ലോക്കിംഗ്. എന്താണ് ഓവർ ക്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അതായത് ഇപ്പം ഓവർ ക്ലോക്കിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വി കൺസ്യൂം മോർ പെർഫോമൻസ് ദാൻ ദ പ്രൊസസ്സർ ഹാവ്. അതായത് നമുക്ക് ഫിസിക്കലി ഇപ്പോൾ ഒരു പ്രൊസസ്സറാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1 GHz 2 GHz മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫിസിക്കലി ഉള്ള പ്രൊസസ്സറാണ് അത്. അപ്പം അതിനേക്കാളും കൂടുതൽ പ്രോസസ്സ് ചെയ്യും, അതായത് അതുതന്നെയാണ് ഓവർ ക്ലോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു 2 GHz പ്രോസസ്സർ ചെയ്യുന്നതിൻ്റെ ഡബിൾ ഇരട്ടി പണി ചെയ്യും നമ്മളൊരു എ എം ഡിയുടെ മൈക്രോ പ്രോസസ്സർ നമ്മുടെ ചിപ്പ് നമ്മുടെ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്താൽ. അതാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അതിൻ്റെ സ്പെസിഫിക്കേഷന് ഒന്നാമത്തെ സ്പെസിഫിക്കേഷനാണ് ഓവർ ക്ലോക്കിംഗ്. ഓവർ ക്ലോക്കിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വി കൺസ്യൂം മോർ പെർഫോമൻസ് ദാൻ ദ പ്രൊസസ്സർ യു ഹാവ്. നമുക്കുള്ള പ്രൊസസ്സറിനെക്കാളിലും കൂടുതൽ പെർഫോം ചെയ്യുന്നതാണ് ഓവർ ക്ലോക്കിംഗ് എന്ന് പറയുന്നത്. യു ക്യാൻ സിംപിളി ഓവർ ക്ലോക്ക് ദ പെർഫോമൻസ് ഓഫ് എ എം ഡി അപ് ടു 4.2 GHz. ഇപ്പം 2 GHz മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ നമുക്കത് 4.2 GHz ഓവർ ക്ലോക്കിംഗ് ആക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഓപ്പറേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ദ ലേറ്റസ്റ്റ് ടെക്നോളജി. പിന്നെ എ എം ഡിക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ആണ്. എ എം ഡി ഹൈ ഗ്രാഫിക്സ് നമുക്ക് തരും. അതായത് എ എം ഡി പ്രൊവൈഡ് ദ പ്രൊസസ്സർ ഓൺ ബോർഡ് GPU വിച്ച് പ്രൊവൈഡ്സ് സുപ്പീരിയർ ഗ്രാഫിക്സ് വിത്തൗട്ട് GPU യൂണിറ്റ്. വി ക്യാൻ ഓൾസോ പ്ലേ മിഡ് റേഞ്ച് ഗെയിംസ് ആൻഡ് പെർഫോം ഹൈ ലെവലിലേക്ക് വീഡിയോ റെൻഡറിങ്. എ എം ഡി ഹൈ ഗ്രാഫിക്സ് നമുക്ക് തരും. അടുത്ത EVP എൻഹാൻസ്ഡ് വൈറസ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് മൈക്രോ പ്രൊസസ്സറിന് മറ്റേ ആയിട്ടുള്ള, അതായത് വെളിയിലുള്ള വേറെ അറ്റാക്സ് വരാതിരിക്കാൻ വേണ്ടി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള വൈറസ് പ്രൊട്ടക്ഷനും അതിൻ്റെ അകത്തുണ്ട്. എ എം ഡി പ്രൊവൈഡ്സ് EVP ഇൻ ദ പ്രൊസസ്സർ. അതിൻ്റെ അകത്ത് പ്രൊസസ്സറിൻ്റെ അകത്ത് തന്നെ ആൻറ്റിവൈറസ് ഉണ്ട്, അതായത് എൻഹാൻസ്ഡ് വൈറസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. വിച്ച് മേക്സ് ദ ആൻറ്റി മാൽവെയർ പ്രൊട്ടക്ഷൻ ഫ്രം ദ വൈറസ് ആൻഡ് പ്രൊട്ടക്ട് മൈക്രോ പ്രോസസ്സർ. നമ്മൾ മൈക്രോ പ്രോസസ്സറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഗെയിമിംഗ് ആൻഡ് ഗ്രാഫിക്സ് ടാസ്ക്. എ എം ഡി ഇസ് ബെറ്റർ ഫോർ ഗെയിമിംഗ്. എ എം ഡി നമ്മൾ മൈക്രോ പ്രോസസ്സർ മേടിച്ചാൽ ഗെയിമിങ്ങിന് ബെറ്റർ ആയിരിക്കും. Media production works because it has full control of thread at a time, which makes high-end performance. ഹൈ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും ഗെയിമിംഗ് ഒക്കെ കളിക്കുകയാണെങ്കിൽ. എ എം ഡി ഇസ് ബെറ്റർ ഫോർ ഗെയിമിംഗ് ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ. ഗെയിമിങ്ങിനും മീഡിയ പ്രൊഡക്ഷനും എ എം ഡി ബെറ്ററാണ്. കൺസ്യൂം ലോട്ട് ഓഫ് പവർ. എ എം ഡിയിൽ ഒത്തിരി പവർ അതിൻ്റെ ഒരു ഇതാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എ എം ഡി ഈസ് മച്ച് ചീപ്പർ ദാൻ ഇൻറ്റൽ. ഇൻറ്റലിനെക്കാളിലും ചീപ്പറാണ് എ എം ഡി, അതായത് ഇൻറ്റലിനെക്കാളും വില കുറവാണ്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ഗുഡ് പെർഫോമൻസ് ഇഫ് യു ഹാവ് ലോ ബഡ്ജറ്റ് ഗോ വിത്ത് എ എം ഡി. അതായത് നമുക്ക് പൈസ കുറവാണെങ്കിൽ നമുക്ക് എ എം ഡി മൈക്രോ പ്രോസസർ ചിപ്പ് വെക്കാം. കൺസ്യൂം ലോട്ട് ഓഫ് പവർ. എ എം ഡിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒത്തിരി പവർ ഇത് ചെയ്യും. CPU ഓവർ ലിമിറ്റ്, അതായത് ഓവർ ക്ലോക്കിംഗ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ഉള്ള CPUവിനെക്കാളും, അതായത് കൺട്രോൾ പ്രോസസ്സിങ് വേണ്ടിയിട്ട്, അതായത് മൈക്രോ പ്രോസസ്സർ നമുക്കുള്ള മൈക്രോ പ്രോസസ്സിനെക്കാളും ഡബിൾ ഇരട്ടി പണി എ എം ഡി മൈക്രോ പ്രോസസ്സർ ചിപ്പ് വെച്ചാൽ നമുക്ക് കിട്ടും. കോസ്റ്റ് കുറവാണ്, ലോട്ട് ഓഫ് പവർ പോകും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇൻറ്റൽ? സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻറ്റൽ. ഓവർ ക്ലോക്കിംഗ്, ഇതിൻ്റെ അകത്തും ഓവർ ക്ലോക്കിംഗ് ആണ്. അതായത് ഓവർ ക്ലോക്കിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വി കൺസ്യൂം മോർ പെർഫോമൻസ് ദാൻ ദ പ്രൊസസ്സർ യു ഹാവ്. അതായത് നമുക്കുള്ള പ്രൊസസ്സർ ഇപ്പോൾ 2 GHz പ്രൊസസ്സറോ 1 GHz പ്രൊസസ്സറോ അതിനേക്കാളിലും കൂടുതൽ ജോലി ചെയ്യും. അതായത് 2 ആണെങ്കിൽ 4.4 GHz വരെ ഉള്ള മൈക്രോ പ്രോസസ്സറിൻ്റെ ജോലി നമ്മുടെ ഇൻറ്റലിൻ്റെ ചിപ്പ് വെച്ചാൽ, നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്ത് CPU സോക്കറ്റിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് അത്രയും പെർഫോമൻസ് നമുക്ക് ചെയ്യും. പെർഫോമൻസ് ഓഫ് ഇൻറ്റൽ പ്രോസസ്സർ അപ് ടു 4.4 GHz ഇൻ ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ലേറ്റസ്റ്റ് ആയിട്ട് അത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അടുത്ത ഹൈപ്പർ ത്രെഡിങ്. ഇറ്റ് ഈസ് എ ടെക്നോളജി ഡെവലപ്ഡ് ബൈ ഇന്ത്യ ഇൻ വിച്ച് സിംഗിൾ ഫിസിക്കൽ പ്രോസസ്സർ ക്യാൻ വർക്ക് ആസ് എ 2 ലോജിക്കൽ പ്രോസസ്സർ.
അതായത് ഇപ്പോൾ നമുക്ക് ഒരു പ്രൊസസ്സർ എല്ലാ മദർ ബോർഡിലും ഒരു പ്രൊസസ്സറേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റലിൻ്റെ ആണെങ്കിലും AMD ആണെങ്കിലും എല്ലായിടത്തും ഒറ്റ പ്രൊസസ്സറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇൻ്റലിൻ്റെ ഒരു പ്രൊസസ്സർ വെക്കുകയാണെങ്കിൽ അത് 2 പ്രൊസസ്സറിൻ്റെ വർക്ക് ചെയ്യും. അതാണ് ഹൈപ്പർ ത്രെഡിങ്. അതും ഈ AMD വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ്റലിനൊരു ബെറ്റർ അഡ്വാൻറ്റേജ്. അടുത്തത് EDB, എക്സിക്യൂട്ട് ഡിസേബിൾഡ് ബിറ്റ്. ഇൻ്റൽ പ്രൊവൈഡ് EDB ഇൻ ദെയർ പ്രൊസസ്സർ. ഇൻ്റൽ അവരുടെ പ്രൊസസ്സറിൻ്റെ അകത്ത് EDB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് മേക്സ് എ പ്രൊട്ടക്ഷൻ ഫ്രം വൈറസ്. അതായത് മറ്റേതിനകത്ത് നമ്മൾ കണ്ടായിരുന്നു, മറ്റേതിനകത്ത് EVP, എൻഹാൻസ്ഡ് വൈറസ് പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ അകത്തും ഒരു വൈറസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. മൈക്രോ പ്രൊസസ്സറിൻ്റെ അകത്ത് തന്നെ എക്സിക്യൂട്ട് ഡിസേബിൾ ബിറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും ഇവിടെ നിന്ന്, വൈറസിൽ നിന്ന് നമ്മുടെ മൈക്രോ പ്രൊസസ്സറിന്. അതാണ് EDB. അടുത്ത കോർ ആൻഡ് ത്രെഡ്. ഇൻ്റൽ ഗീവ്സ് 32 ത്രെഡ് ഓഫ് 14 nanometer ടെക്നോളജി ആൻഡ് 12 core in the latest processor which gives a better experience to the user in multitasking. കോർ ആൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേഡ് ഓപ്പൺ ചെയ്തു, നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ കണ്ടു, നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോയി. അപ്പം മൾട്ടി ടാസ്കിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റലാണ്. ഓക്കെ, ദിസ് ഈസ് മച്ച് മോർ ഇൻ കമ്പയറിങ് വിത്ത് AMD വെച്ച് നോക്കുവാണെങ്കിൽ AMD ഗ്രാഫിക്സിലാണ് കൂടെ നിൽക്കുന്നത്, പക്ഷേ മൾട്ടി ടാസ്കിങ്ങിൽ ഇൻ്റലാണ് മുന്നിൽ നിൽക്കുന്നത് മൾട്ടി ടാസ്കിങ്ങിൽ. ഓക്കെ, അടുത്ത EIST എൻഹാൻസ്ഡ് ഇൻ്റൽ സ്പീഡ് സ്റ്റെപ്പ് ടെക്നോളജി. അപ്പോൾ എന്താണ് എൻഹാൻസ്ഡ് ഇൻ്റൽ സ്പീഡ് സ്റ്റെപ്പ് ടെക്നോളജി? EIST is a thermal based technology which enhances the microprocessor performance as per the requirement which the users need while work. It can fluctuate performance according to the needs, just like low performance while office works and high performance for gaming and high-end purpose to prevent heat and remove load from the processor why we don't need it. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ വർക്ക് ചെയ്യുകയെന്നോ, ഇപ്പോൾ ഗെയിമിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വർക്കാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ, ഇപ്പോൾ വേർഡ് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സലിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട് പാഡിൻ്റെ അകത്ത് ഇപ്പോൾ പെയിൻറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെറിയ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അത് സ്ലോ ആക്കും. എന്താണെന്ന് ചോദിച്ചാൽ പ്രൊസസ്സറിന് അത്രയും പവർ കൺസപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അത്രയും പെർഫോമൻസ് പോകാതിരിക്കാൻ വേണ്ടി അത് നമ്മളെ സ്ലോ ആക്കും. എന്നിട്ട് നമ്മൾ വലിയ ടാസ്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂട്ടുകയും ചെയ്യും. ഇതാണ് ഇൻ്റലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ പേരാണ് EIST, എൻഹാൻസ്ഡ് ഇൻ്റൽ സ്പീഡ് സ്റ്റെപ്പ് ടെക്നോളജി. ഇത് വേറൊരു മൈക്രോ പ്രൊസസ്സർ ചിപ്പിലും ഇല്ല, ഇൻ്റലിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെറിയ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊസസ്സർ അതിനനുസരിച്ച് ചെറുതായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ, ഹീറ്റ് കൺസപ്ഷനും കുറയ്ക്കും. വലിയ വർക്ക് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് അത്രയും സേവ് ചെയ്ത് നമുക്ക് വലിയ വർക്ക് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു AI ഫീച്ചറാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറാണ് ഈ എൻഹാൻസ്ഡ് ഇൻ്റൽ സ്പീഡ് സ്റ്റെപ്പ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഇഫ് യു ആർ യൂസിങ് എ ലാപ്ടോപ്പ് ഗോ വിത്ത് ഇൻ്റൽ. നമ്മളൊരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, ഇൻ്റൽ മൈക്രോ പ്രൊസസ്സർ നോക്കുക. ബിക്കോസ് AMD കൺസ്യൂം ലോട്ട് ഓഫ് പവർ. അതായത് നമ്മൾ ലാപ്ടോപ്പിന് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് AMD വെച്ചാൽ പവർ വന്ന് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ്റൽ നോക്കുക. ഹീറ്റും ഒത്തിരി പോകും, അതായത് AMDയിൽ ഹീറ്റ് കൂടുതലാണ്, പക്ഷേ ഇൻ്റലിൽ ഹീറ്റ് കുറവാണ്. സോ ലാപ്ടോപ്പ് ഇൻ്റൽ ഈസ് ബെറ്റർ. ലാപ്ടോപ്പിന് ഇൻ്റലാണ് ബെറ്റർ. ഇഫ് യു ലുക്കിംഗ് ഫോർ ബഡ്ജറ്റ് PC, അതൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ മേടിക്കാനാണെങ്കിൽ ഹൈ പെർഫോമൻസും ഭയങ്കര ഗ്രാഫിക്സ് ഉള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ മേടിക്കാനാണെങ്കിൽ നമ്മുടെ AMD നോക്കുക. കാരണം ഇറ്റ് ഈസ് മച്ച് ചീപ്പർ ദാൻ ഇൻ്റൽ. ഓൾസോ പ്രൊവൈഡ് ഓൺ ബോർഡ് ഗ്രാഫിക്സ് യൂണിറ്റ്. ഇഫ് യു ആർ മൾട്ടി ടാസ്കർ, അത് നമുക്ക് പല ജോലികൾ ചെയ്യണം ഒരേ സമയത്ത്, അതായത് പല ആപ്ലിക്കേഷൻ വഴി പല സോഫ്റ്റ്വെയർ നമുക്ക് കയറണം ഒരേ സമയത്ത്. റൺ മൾട്ടിപ്പിൾ ടാസ്ക് ദ സെയിം ടൈം, യു ക്യാൻ ഗോ വിത്ത് ഇൻ്റലാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മുമ്പേ പറഞ്ഞു ഇൻ്റലാണ് മൾട്ടി ടാസ്കിങ്ങിന് ഏറ്റവും ബെറ്റർ ബിക്കോസ് ഇൻ്റൽ പ്രൊവൈഡ്സ് മോർ ത്രെഡ് ആൻഡ് കോർ ദാൻ AMD-യെക്കാളിലും ഒരു ത്രെഡും കോറും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ത്രെഡും കോർ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് വിച്ച് ഗീവ്സ് യു ബെറ്റർ പെർഫോമൻസ്. ബോത്ത് ആർ കംസ് വിത്ത് virtualization, turbo boost technology inbuilt which helps to give more than the ability and also run 2 OS at the time. 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയത്ത് വർക്ക് ചെയ്യും രണ്ടും. ഇൻ്റൽ ഹാവ് മച്ച് ബെറ്റർ സർവീസ് ഇൻ ഇന്ത്യ. ഇൻ്റലിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർവീസുകളുള്ളത്. AMD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ AMDക്ക് കുറവാണ്. ഇൻ്റലിനാണ് ഏറ്റവും കൂടുതൽ സർവീസ് സെൻ്ററുകൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാലും പെട്ടെന്ന് ഇൻ്റലിൽ വർക്കാക്കി നമുക്ക് സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയായി കിട്ടും. പക്ഷേ AMDയിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. അടുത്ത ഹീറ്റ് സിങ്ക് എന്താണെന്നുള്ളത്. സൊല്യൂഷൻ ഫോർ ഓവർ ഹീറ്റിംഗ്. ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിങ്ങിന് വേണ്ടിയുള്ള സൊല്യൂഷനാണ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ. അതായത് വെൻ വി യൂസ് സിസ്റ്റം ഇറ്റ് റിലീസ് ലോട്ട് ഓഫ് ഹീറ്റ്. നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഹീറ്റ്
നമ്മൾ റിലീസ് ടു പ്രിവെൻറ്റ് റിലീസ് ഹീറ്റ് വി ഇൻസ്റ്റാൾ ഹീറ്റ് സിങ്ക് ഇൻ അവർ മദർ ബോർഡ്. ഹീറ്റ് സിങ്ക് നമ്മുടെ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യും ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി. ടൈപ്പ് ഓഫ് ഹീറ്റ് സിങ്ക് ആക്റ്റീവ് ഹീറ്റ് സിങ്കും പാസീവ് ഹീറ്റ് സിങ്ക്. ആക്റ്റീവ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ അത് ഫാൻ വെച്ചിട്ടാണ്, ഒരു ഫാനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പാസീവ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫാനില്ല. വിച്ച് ഡു നോട്ട് ഹാവ് ഫാൻ ഇൻസ്റ്റാൾ ഇൻ ദ പാസീവ് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് അറ്റാച്ച്ഡ് വിത്ത് ദ മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസറുമായിട്ട് ഒരു ഹീറ്റ് സിങ്ക് അറ്റാച്ച്ഡ് വിത്ത് കോൺടാക്ട് ഓഫ് തെർമൽ പേസ്റ്റ് ഓഫ് ഗ്രീസ്. നമ്മുടെ മൈക്രോ പ്രോസസർ ഒരു ഗ്രീസ് ഉണ്ട്, തെർമൽ പേസ്റ്റ് ഓഫ് ഗ്രീസ് വിച്ച് എക്സ്ട്രീമിൽ അബ്സോർബ് ഹീറ്റ് ഫ്രം ദ മൈക്രോ പ്രോസസർ. അത് ചിപ്പിൽ നിന്നുള്ള നമ്മളെ മൈക്രോ പ്രോസസർ ചിപ്പില്ല, ഇപ്പോൾ ഇൻ്റലിൻ്റെ AMD NVIDIAയുടെ എന്തെങ്കിലും ചിപ്പ്, ആ ചിപ്പിൻ്റെ അകത്തൊരു പേസ്റ്റ് ഓഫ് ഗ്രീസ് ഉണ്ട്. ആ ഗ്രീസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിപ്പിൽ നിന്ന് വരുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഗ്രീസ്. ഓക്കെ. പിന്നെ വെളിയിലുള്ളതിന് ആക്റ്റീവ് ഹീറ്റ് സിങ്കും പാസീവ് ഹീറ്റ് സിങ്കും. ഫാനുണ്ട്, ഫാനുള്ളത് ആക്റ്റീവ് ഹീറ്റ് സിങ്ക്, പാസീവ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഫാൻ. ഇതെല്ലാം ഉള്ളത് CPU-ൻ്റെ അകത്ത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. മദർ ബോർഡിൻ്റെ അകത്താണ് ഈ ഹീറ്റ് സിങ്കും കാര്യങ്ങളെല്ലാം ഉള്ളത്. അടുത്തത് മൊബൈൽ പ്രോസസ്സർ. മൊബൈൽ പ്രോസസ്സറിൻ്റെ അകത്ത് സിമിലർ ആസ് ലാപ്ടോപ്പ് ഒരു ഡെസ്ക്ടോപ്പ് പ്രോസസ്സർ. നമുക്കറിയാം നമ്മുടെ എല്ലാ ഫോണിലും ഓരോ പ്രോസസ്സറുണ്ടല്ലേ. ഇപ്പം ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ എന്നും മീഡിയാടെക്, സാംസങ് ഐനോസ്, ഹുവായി കിരിൻ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മോഡേൺ സൈസ് നമ്മുടെ മൊബൈൽ പോർട്ടബിൾ ആയതുകൊണ്ട്, അത് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പലയിടത്തും നമ്മൾ കൂടെ കൊണ്ടുവന്ന സാധനമാണ്. ലാപ്ടോപ്പും പോർട്ടബിളാണ്. സിസ്റ്റം PC പേഴ്സണൽ കമ്പ്യൂട്ടർ പോർട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ പോർട്ടബിൾ ആയതുകൊണ്ട് നമ്മുടെ മദർ ബോർഡിൽ അതിനുള്ള ചിപ്പാണ് നമ്മൾ മൊബൈൽ പ്രോസസ്സറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ദേ ആർ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ പോർട്ടബിൾ ഡിവൈസ് സച്ച് ആസ് മൊബൈൽ, ടാബ്ലറ്റ്, കാൽക്കുലേറ്റർ. ദേ ഡോണ്ട് ഹാവ് സ്പെഷ്യലൈസ് ഓവർക്ലോക്കിംഗ്, ടർബോ ബൂസ്റ്റ്. ഓവർക്ലോക്കിങ്ങിൻ്റെ ഇതില്ല, കാരണം അത് ചെറിയ ചിപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫോണിൽ. ഉണ്ടോ ഓവർക്ലോക്കിംഗ് ഇല്ല, അതായത് പെർഫോമൻസ്. ഇപ്പം ഒരു ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ വെക്കുവാണെങ്കിൽ അത് 2 ക്വാൾക്കം സ്നാപ്ഡ്രാഗണിൻ്റെ പെർഫോമൻസ് ചെയ്യത്തില്ല, ഒറ്റൊരെണ്ണത്തിന് ചെയ്യത്തുള്ളൂ. ടർബോ ബൂസ്റ്റ്. ദേ ആർ ഡിസൈൻ ഫോർ സിമ്പിൾ ടാസ്ക് ലൈക്ക് മെസ്സേജിങ്, വാച്ചിങ് വീഡിയോ, പ്ലേയിങ് ഗെയിംസ്. നമ്മുടെ ഫോണിലുള്ള ഓപ്പറേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പം CPU എന്താണെന്നും മൈക്രോ പ്രോസസ്സർ എന്താണെന്നും 2 CPU തമ്മിലുള്ള വ്യത്യാസം, പിന്നെ മൈക്രോ പ്രോസസ്സറിൻ്റെ കമ്പോണൻസ്, ഏത് മൈക്രോ പ്രോസസ്സർ ചിപ്പാണ് ഏറ്റവും നല്ലത്, ഇൻ്റൽ AMD തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.